ഹലോ മക്കളെ, എല്ലാവർക്കും സൈല ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാള ഫസ്റ്റിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പാഠഭാഗങ്ങളുണ്ട്, എന്താണ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ പാഠഭാഗമാണ് കേട്ടോ, നമ്മൾ പാഠഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, എന്താണ് പാഠത്തിൻ്റെ ആശയം, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിലുള്ള വരികളാണ് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ ഈ കവിതയുടെ ആശയം അറിയാതെ നമുക്ക് എന്ത് മനസ്സിലാവില്ല, എന്താ ഇതിൽ പറയുന്ന വരി എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ ആദ്യം ആശയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആനന്ദൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ ഭിക്ഷു അല്ലേ, അദ്ദേഹം ഇങ്ങനെ ദാഹിച്ച് അല്ലെ, നല്ല ചൂടിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ നടന്നു വരികയാണ് അല്ലെ, ദാഹിച്ച് ഇങ്ങനെ വലഞ്ഞു വരികയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദൂരെ നിന്ന് കാണുകയാണ് അദ്ദേഹം, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം കാണുകയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം കുറച്ച് വെള്ളത്തിന് ചോദിക്കുകയാണ്, മാതങ്കിനോട് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ മാതങ്കി ഇങ്ങനെ അമ്പരത്തോട് പറയാണ് അല്ലേ, അല്ലലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ എന്ന് ചോദിക്കുകയാണ് ആര്, മാതങ്കി അല്ലേ. അല്ലല്ല, ഇതെന്തൊരു കഷ്ടമായി, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ, നിങ്ങൾ ജാതി മറന്നോ, നിങ്ങൾ ആരോടാണ്, ഒരു ചണ്ടാല പെൺകുട്ടിയായിട്ടുള്ള എന്നോട്, അയിത്ത ജാതിക്കാരിയായ എന്നോടാണോ നിങ്ങൾ വെള്ളം ചോദിക്കുന്നത് എന്നൊക്കെ ആര് ചോദിക്കുകയാണ്, മാതങ്കി ചോദിക്കുകയാണ് അല്ലേ. കാരണം എന്താണ്, ആ കാലഘട്ടത്തില് ജാതി എന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെ പ്രധാനപ്പെട്ട അല്ലേ, ഒരു വിഷമയമായ ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ കടന്ന് ജീവിച്ചത് അല്ലേ. നമ്മുടെ തലമുറയൊക്കെ പിന്നിട്ട് നമ്മളിവിടെ എത്തി നിൽക്കണം അല്ലേ. പണ്ട് സാധാരണക്കാരായി അല്ലെങ്കിൽ താഴേക്കിടയിലേക്കുള്ള ജാതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരൊക്കെയോ വിശേഷിപ്പിച്ചിട്ടുള്ള ആളുകൾ അല്ലേ, അവർക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ, വലിയ വഴിയിലൂടെ. കാരണം എന്താണ്, തമ്പ്രാക്കന്മാർ വരും അല്ലേ, വലിയ ജാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആരൊക്കെയോ വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ വരുന്ന വഴിയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ജാതിയിൽ ഉള്ള ആളുകൾക്ക് നടക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവർ തീണ്ടലായി പോകൂലേ, തൊട്ടാൽ തീണ്ടൽ, കണ്ടാൽ തീണ്ടൽ, കാണാൻ പോലും പറ്റില്ല ഈ മനുഷ്യരല്ലേ, മനുഷ്യരായി പോലും കണ്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വരിക, ഓഹോയ് ഓഹോയ് പല്ലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. കാരണം ഈ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യണം, മാറി പൊക്കോളണം അല്ലേ. പിന്നെ അവരെ തൊടാൻ പാടില്ല, അവരുണ്ടാക്കുന്ന പച്ചക്കറിയും അവരുണ്ടാക്കുന്ന അരിയും നെല്ലൊക്കെ വൃഷ്ടാനം വിഴുങ്ങാം, പക്ഷെ അവരെ തൊടാനും അല്ലേ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെ നികൃഷ്ട ജീവികളായിട്ടാണ് ഈ പറയുന്ന ജാതിയിലുള്ള ആളുകളെ അന്ന് കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ പേടിയാണ് ആർക്ക്, ഇവിടെ മാതങ്കി താഴ്ന്ന ജാതിയിലുള്ളൊരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ അവളുടെ അടുത്ത് ഒരു ബുദ്ധഭിക്ഷു വെള്ളമായി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ തെറ്റൊന്നുമില്ല അല്ലെ. അപ്പൊ അവള് ഭയന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, ആര് പറയാണ്, ബുദ്ധഭിക്ഷു പറയാണ് അല്ലെ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി എന്താണ് യാചിക്കുമോ ചെല്ലഴു ആര്യന്മാർ എന്ന് പറയാണ് അല്ലെ. മാതങ്കി ചോദിക്കുകയാണ് എന്താണ്, എന്താ ആരെങ്കിലും ഇങ്ങനെ നീച നാരിയായിട്ടുള്ള അല്ലെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വെള്ളം വാങ്ങി കൊടുക്കുകയോ അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, ആര്യനായിട്ടുള്ള ബുദ്ധഭിക്ഷു അല്ലെ, ആ ബുദ്ധഭിക്ഷുവിന് ആരെങ്കിലും കൊടുക്കുമോ, ഇത്രയും വലിയ തെറ്റുണ്ടോ എന്നൊക്കെ ഈ പെൺകുട്ടി, ഇങ്ങനെയാണ് അവൾ കേട്ട് വളർന്നിട്ടുള്ളത് അല്ലെ. മാതങ്കി കേട്ടതും അവൾ വളരുന്ന സാഹചര്യമൊക്കെ അങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മാതങ്കി അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ഇന്നോ ബുദ്ധഭിക്ഷു പറയുന്ന ആനന്ദൻ എന്ത് പറയണു, എനിക്ക് കുറച്ച് വെള്ളം വേഗം തരൂ അല്ലേ. അപ്പൊ അവള് എന്ത് ചെയ്യാണ്, കുറച്ചു നേരമൊക്കെ ആലോചിച്ചിരിക്കും അല്ലേ. അപ്പൊ അത് കേട്ട് സുന്ദരിയായിട്ടുള്ള അവള് അമ്പരന്നിട്ട് പറയാണ് അല്ലെ, എന്തൊരു കഷ്ടാണ് അല്ലെ, ദാഹിച്ച് വലഞ്ഞ ദുഃഖം കാരണം അങ്ങ് ജാതി മറന്നുവോ എന്ന് അവള് ചോദിച്ചു പോവാണ് അല്ലെ. നിങ്ങൾ വെള്ളത്തിന്റെ ദാഹം കൊണ്ട് നിങ്ങൾ ജാതി മറന്നു എന്ന് ചോദിക്കുകയാണ് ആര്. എന്നിട്ടോ, നിജനാരിയുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ബ്രാഹ്മണര് ശരീരശുദ്ധി വരുത്തുമോ, ജലം തന്നാലും കോപമരുത് അല്ലെ, ചണ്ടാലിയായ ഞാൻ എന്താണ് പാപം ചെയ്തവളാകും അല്ലെ, ഞാൻ അങ്ങേക്ക് വെള്ളം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ പാപം ചെയ്തവളാവും. ഗ്രാമത്തിന്റെ പുറത്ത് വസിക്കുന്ന ചാമരർ എന്ത് ചെയ്യും, നായകന്റെ കിടാത്തിയാണ് ഞാൻ അല്ലെ. അപ്പൊ ഗ്രാമീണ പെൺകുട്ടിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങേപോലെ ജാതിയിൽ ശ്രേഷ്ഠനായ ഒരാൾക്ക് വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആര് പറയാണ്, മാതങ്കി പറയൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുദ്ധഭിക്ഷു അല്ലെ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഞാൻ എൻ്റെ ജാതി ഒന്നും ചോദിക്കുന്നില്ല അല്ലെ. ഞാൻ എന്താ ചോദിക്കണേ, ദാഹജലമാണ്, ഇത്തിരി നീരിനാണ് അല്ലെ, ഇത്തിരി വെള്ളത്തിനാണ് ചോദിക്കുന്നത് അല്ലെ എന്നാര് പറയാണ്, ബുദ്ധഭിക്ഷു പറയാണ് അല്ലെ. അപ്പൊ മനുഷ്യരൊക്കെ ഒരു ജാതിയിൽപ്പെട്ടവരാണ് എന്നും അല്ലെ, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മാനുഷിക പരിഗണനയ്ക്കാണെന്നും അല്ലെ, മാതങ്കിക്ക് ആ ജാതി ചിന്തയുടെ ഒരു വ്യർത്ഥത എന്ത് ചെയ്യാണ്, നമ്മളുടെ മാതങ്കിക്ക് മനസ്സിലാവാണ് അല്ലെ. അങ്ങനെ ഭിക്ഷു അവളെ സഹോദരിയായില്ലേ, സഹോദരി എന്നാണ് വിളിക്കുന്നത് അല്ലെ. അങ്ങനെ ഉപാധികളില്ലാതെ നിബന്ധനകളില്ലാത്ത മനുഷ്യ സഹോദരത്തെ എന്ത് ചെയ്യുന്നു, ആ ഒറ്റ വാക്കിലൂടെ കൂടെ ആർക്ക് ബോധ്യപ്പെടുത്തുകയാണ് ആനന്ദൻ മാതങ്കിക്ക് ബോധ്യപ്പെടുത്തുകയാണ് അല്ലെ. പിന്നെ തർക്കം പറഞ്ഞില്ലയോമല ആൾ ധന്യായവൾ കല്ലലി ഇരുമ്പല്ല അല്ലെ. അവളുടെ മനസ്സെങ്ങനെയാണ്, ധന്യായ സുന്ദരിയായ അവളുടെ മനസ്സെന്താണ്, കല്ലല്ല അല്ലെ. അവളുടെ മനസ്സലിഞ്ഞു, അവൾ എന്ത് ചെയ്യണോ, വെള്ളം കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെ മനുഷ്യന്റെ
മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ എന്താണ്, ആ ആവശ്യങ്ങൾക്കും മനുഷ്യ മൂല്യങ്ങൾക്കും ഒക്കെ മുകളിലല്ല എന്ത് ജാതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഒരു ദാഹിച്ച് വളർന്ന മനുഷ്യൻ ഇനി ഏത് ജാതി എന്നല്ല ചോദിക്കേണ്ടത് അല്ലേ. അയാൾക്ക് വേണ്ട എന്താണ്, വെള്ളമാണ്. അപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് പോലും എന്താണ്, ജാതിയുടെ പേരിൽ ദുരഭിമാന കൊലപാതകങ്ങൾ നടക്കുന്നു അല്ലേ. നമുക്കറിയാം ലോകത്തെമ്പാടുത്ത് നടത്തുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അല്ലെ, യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അവെയറാണ് നമ്മൾ അല്ലേ. അപ്പോൾ മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കൃതികളൊക്കെ എന്ത് ചെയ്യണേ, നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വരികളും ശ്ലോകങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ പഠിക്കണം, മാരത്തോൺ ലൈവുകളിൽ പഠിക്കണം. അപ്പോൾ ഇതാണ് കവിതയുടെ ഒരു ആശയം എന്ന് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.